ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നെറ്റ്സ് ഓൺലൈൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ 1000 സബ്സ്ക്രൈബറൊക്കെ ആയി വളരെ എക്സൈറ്റഡ് നിൽക്കുകയാണ്. കറക്റ്റ് 1 വീക്ക് കഴിഞ്ഞു. 1 വീക്ക് കഴിഞ്ഞപ്പോൾ യൂട്യൂബിൻ്റെ ഒരു ഫീച്ചർ നമുക്ക് തന്നിരിക്കുകയാണ്, കമ്മ്യൂണിറ്റി ടാബ് എന്ന് പറഞ്ഞ ഫീച്ചർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കമ്മ്യൂണിറ്റി ടാബിനെ പറ്റിയിട്ടാണ്. കമ്മ്യൂണിറ്റി ടാബ് എന്താണ്, കമ്മ്യൂണിറ്റി ടാബിൽ എന്തൊക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യാം, കമ്മ്യൂണിറ്റി ടാബ് കൊണ്ട് നമുക്ക് എങ്ങനെ പണി കിട്ടാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഇനേബിൾ ചെയ്യുക. എങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ആദ്യം ലഭിക്കുന്നതായിരിക്കും. നമുക്കിനി വീഡിയോസിലോട്ട് പോകാം. ഈ കമ്മ്യൂണിറ്റി ടാബ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. നമ്മൾ ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഫേസ്ബുക്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യും, പോൾ ഇടും, വീഡിയോസ് അപ്ലോഡ് ചെയ്യും, ലിങ്ക്സ് ഷെയർ ചെയ്യും. അതേപോലെ നമുക്ക് യൂട്യൂബിലും ചെയ്യാൻ പറ്റും. യൂട്യൂബിൽ പോസ്റ്റ് ആഡ് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ പോള് നടത്താം. അങ്ങനത്തെ ഫീച്ചറാണ് ഈ കമ്മ്യൂണിറ്റി ടാബിൽ ഉള്ളത്. ഈ കമ്മ്യൂണിറ്റി ടാബിന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് മിനിമം 1000 സബ്സ്ക്രൈബേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സ് എന്നായി കഴിയുമോ അന്ന് ഒരു വീക്ക് കഴിഞ്ഞിട്ട് ഈ കമ്മ്യൂണിറ്റി ടാബ് ഇനേബിൾ ആകുന്നതായിരിക്കും. ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ ഒരുപാട് ടാബ്സ് കാണാൻ പറ്റും. വീഡിയോസ്, ഡാഷ്ബോർഡ്, എബൌട്ട് സെക്ഷൻ. ആ എബൌട്ടിൻ്റെ അടുത്തായിട്ട് വേറൊരു ടാബുണ്ട്, അധികം ആരും ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ അധികം ആരും ശ്രദ്ധിക്കാത്തൊരു ടാബുണ്ട്, ഡിസ്കഷൻ ടാബ്. ഈ ഡിസ്കഷൻ ടാബാണ് പിന്നീട് റീനെയിം ആയിട്ട് കമ്മ്യൂണിറ്റി ടാബ് ആവുന്നതും ആ ടാബിനകത്ത് കുറച്ച് ഫീച്ചേഴ്സും വരുന്നത്. അപ്പോൾ ആ ടാബാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് ആ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാൻ എനിക്ക് തോന്നി, നിങ്ങളുടെ മുന്നിൽ വെച്ച് എന്നെ പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നി. കാരണം നിങ്ങൾ കാരണമാണ് എനിക്ക് ആ കമ്മ്യൂണിറ്റി ടാബ് ഇനേബിൾ ആയത്, നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ അതിനകത്ത് ആദ്യത്തെ പോസ്റ്റ് ഇടുന്നതായിരിക്കും. ഫസ്റ്റ് നമ്മുടെ ചാനൽ എടുക്കുക, ചാനൽ ഡാഷ്ബോർഡ് എടുക്കുക. ഓക്കെ, ഇതാണ് എൻ്റെ ചാനലിൻ്റെ ഡാഷ്ബോർഡ്. ഇതിൽ ടാബ് കണ്ടില്ലേ, ഹോം ടാബ് ഉണ്ട്, വീഡിയോസ് ടാബ് ഉണ്ട്, പ്ലേലിസ്റ്റ്. അടുത്താണ് കമ്മ്യൂണിറ്റി ടാബ്. ആ കമ്മ്യൂണിറ്റി ടാബാണ് നമുക്ക് പുതുതായിട്ട് ഇനേബിൾ ആയത്. ഇതിനു മുന്നേ ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലേ, ഡിസ്കഷൻ എന്ന് പറഞ്ഞൊരു ടാബായിരുന്നു. 1000 സബ്സ്ക്രൈബേഴ്സ് എത്താത്ത ചാനലുകാരുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. 3 ഓപ്ഷൻസ് ഉണ്ട്, വീഡിയോ, പോൾ, ഇമേജ് എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഒരു സാധാരണ ഒരു പോസ്റ്റ് ഇടണം, അല്ലെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വീഡിയോ നാളെ ഇറങ്ങാൻ പോകണം, അതിനെപ്പറ്റി പറയണമെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വീഡിയോ ഓപ്ഷനാണ്. വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഒരു വീഡിയോ പ്രൊമോട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഇടണമെങ്കിൽ വീഡിയോസ് ഇവിടെ സെർച്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു URL, നിങ്ങളുടെ ചാനൽ ആകാം, അല്ലെങ്കിൽ വേറെ ഒരു ചാനലിൻ്റെ വീഡിയോ URL നിങ്ങൾക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. 3ാമത്തെ ടാബിൽ യുവർ യൂട്യൂബ് വീഡിയോസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ തന്നെ വീഡിയോസ് ഇതിനകത്ത് വരും. ജസ്റ്റ് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. കണ്ടില്ലേ, ഇങ്ങനെ ഒരു തംബ്നെയിലും അതിൻ്റെ ഹെഡിങ് ടൈറ്റിലും ആയിട്ട് അവിടെ വരുന്നതായിരിക്കും. ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോ പ്ലേ ആണ്. യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബ് ഉപയോഗിക്കുന്നവർ നിങ്ങളുടെ ഈ പോസ്റ്റ് കണ്ടാൽ ഈ വീഡിയോ താനെ റണ്ണായി തുടങ്ങും. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ പോളാണ്. അതായത് നിങ്ങൾ ഒരു പോൾ നടത്തുകയാണ്. ഫോർ എക്സാമ്പിൾ, അടുത്ത ഞാൻ എന്ത് വീഡിയോ ഇടും. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ടെക്, രണ്ടാമത്തെ ഓപ്ഷൻ പെറ്റ്, 3ാമത്തെ ഓപ്ഷൻ വ്ളോഗിങ്. അങ്ങനെ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുത്തിട്ട് സബ്സ്ക്രൈബേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. എനിക്കൊന്ന് 5 ഓപ്ഷൻ വരെ കൊടുക്കാൻ പറ്റും തോന്നുന്നു. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. 1 2 3 4 5. യെസ്, 5 ഓപ്ഷൻസ് വരെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാൻ പറ്റും. ആ പോളിന് എത്ര പേര് എന്തൊക്കെയാണ് വോട്ട് നൽകിയത് അത് നമുക്ക് ഈ സൈഡിൽ കാണാൻ പറ്റും. 1/65 വോട്ട് വരെയാണ് ഓരോ ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യുക. ഇനി 3ാമത്തെ ഓപ്ഷനാണ് ഇമേജ്. ഇമേജ് എന്ന് പറയുന്നത്, ഈ തംബ്നെയിൽ ഇമേജ് നമുക്ക് ഒരിക്കലും ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. കമ്മ്യൂണിറ്റി ടാബിൽ അപ്ലോഡ് ചെയ്യുന്ന ഇമേജിന് ഒരു റെസൊല്യൂഷൻ ഉണ്ട്. അത് 1:1, 2:, അതായത്
ഒരു സ്ക്വയർ ഇമേജുമാണ് നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബിൽ അപ്ലോഡ് ചെയ്യാനായിട്ട്. തംബ്നെയിൽ എടുത്ത് ഒരിക്കലും അപ്ലോഡ് ചെയ്യരുത്, കാരണം അത് ഈ യൂട്യൂബിൽ വരുമ്പോൾ നല്ല സ്ട്രെച്ച് ആയിട്ട് കാണും. നിങ്ങളുടെ പല പോർഷൻസ്, തംബ്നെയിലെ പല പോർഷൻസോടെ കട്ടായി പോകും. സോ ഇനി മുതൽ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് 2 ടൈപ്പ് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുക. ഒന്ന് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടും ഒന്ന് കമ്മ്യൂണിറ്റി ടാബിന് വേണ്ടിയിട്ടും. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. ഇവിടെ ഒരു ഇമേജ് ഓർ ജിഫ് ഫയൽ വേണമെങ്കിൽ നിങ്ങളിവിടെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും 3 ടൈപ്പ് ടാബ്സ് ആണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത്. 3 ഫീച്ചേഴ്സാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഒന്ന് വീഡിയോ URL നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഈ കണ്ടതുപോലെ ഇമേജസ് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. ഇനി വീഡിയോസിൽ ചെന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അത് ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ ഏതെങ്കിലും ഒരു വീഡിയോ എടുക്കുക, ഇവിടെ ഷെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഷെയർ ക്ലിക്ക് ചെയ്യുക. കണ്ടില്ലേ, ക്രിയേറ്റ് പോസ്റ്റ്. 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് കമ്മ്യൂണിറ്റി ടാബ് ഇനേബിൾ ആയവർക്ക് മാത്രമേ ഇങ്ങനെ ഒരു ഫീച്ചർ ഉള്ളൂ. ക്രിയേറ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വരും. ഇവിടെ ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനൊരു പോപ്പപ്പ് വരും. ഇവിടെ നിങ്ങളുടെ മെസ്സേജ് എന്താണോ അത് ടൈപ്പ് ചെയ്യുക. ഇനി @ കൊടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതർ ചാനൽസിനെ മെൻഷൻ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ M4 ടെക്കിനെ ആണെങ്കിൽ കണ്ടില്ലേ, M4 ടെക്ക് വന്നു. നമുക്ക് അതർ ചാനൽസിനെയും മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാൻ പോവുകയാണ്. നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്കൊരു ജിഫ് പോസ്റ്റ് ചെയ്യാം. ജിഫ് നമ്മുടെ യൂട്യൂബുകാർ തന്നെ എനിക്ക് തന്ന ഒരു ജിഫാണ്. 1000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ യൂട്യൂബ് നമുക്ക് ബനാന തരും. മനസ്സിലായില്ലല്ലേ? ഞാൻ കാണിച്ചു തരാം. ഇതെനിക്ക് വന്ന മെയിലാണ്. 1000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ വന്ന മെയിലാണ്. ദിസ് ഈസ് ബനാനാസ് എന്ന് പറഞ്ഞിട്ട്. താങ്ക് യു യൂട്യൂബ്, താങ്ക് യു മൈ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ഇത് തന്നെ നമുക്ക് ആദ്യത്തെ പോസ്റ്റ് ആയിട്ട് ഇടാം. ഇത് ഞാനൊന്ന് സേവ് ചെയ്തോട്ടെ. നമുക്കത് സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇത് തന്നെയാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. കണ്ടില്ലേ, ഇത് നമുക്ക് റീപൊസിഷൻ ചെയ്യേണ്ടി വരും. ഇതാണൊരു പ്രശ്നം. നേരത്തെ അവിടെ നമ്മൾ കണ്ട ജിഫ് എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിൾ ആയിരുന്നു. ബട്ട് ഇവിടെ വരുമ്പോൾ അതൊരു സ്ക്വയർ ആയിട്ട് വരേണ്ടി വരും. ഞാൻ ഒരുവിധം അതിനെ ഒരു സ്ക്വയർ ഇമേജ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒന്നേടെ അപ്ലോഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്താണ് ഈ ഇതിൻ്റെ പ്രശ്നമെന്ന്. നമ്മൾ ആ റെസൊല്യൂഷനിൽ കൊടുത്തില്ലെങ്കിൽ യൂട്യൂബിൽ വരുമ്പോൾ അത് ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ സ്ക്വയർ ഇമേജ് തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു ജിഫാണ്, അതിൽ നിന്ന് കട്ട് ചെയ്തൊരു ജിഫ് ഉണ്ടാക്കി നമുക്കൊരു ടെക്സ്റ്റും കൂടി ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പോസ്റ്റ് ആയിരിക്കുകയാണ്. നമുക്കിനി ഇത് പോസ്റ്റ് ചെയ്ത് നോക്കാം. വേറെ സൈഡിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്തും വെക്കാം. വേറൊരു സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് രാത്രി 12 മണിക്കാണ് ഒരു പോസ്റ്റ് ഇടേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഷെഡ്യൂൾ ചെയ്തിട്ട് ആ ടൈം ഫിക്സ് ചെയ്താൽ മതി. ഞാനിതിപ്പോൾ പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റാണ്. ഓക്കെ, കണ്ടില്ലേ, ഇതുപോലെയാണ് വരുന്നത്. ഹാഷ്ടാഗ്സ് ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഹാഷ്ടാഗ്സ് എല്ലാം വരും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യത്തെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞാൽ യൂട്യൂബ് നമുക്ക് തരുന്ന ആദ്യത്തെ ഫീച്ചറാണ് കമ്മ്യൂണിറ്റി ടാബ്. നിങ്ങൾക്കിത് ഇനേബിൾ ആയില്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇനേബിൾ ആകേണ്ടതാണ്. നമ്മൾ വേറെ കോൺഫിഗറേഷൻ ചേഞ്ചസോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട. 1000 സബ്സ്ക്രൈബേഴ്സായി കറക്റ്റ് 1 വീക്ക് കഴിയുമ്പോൾ നമുക്ക് ഈ ഫീച്ചർ നമ്മുടെ ഡാഷ്ബോർഡിൽ ഇനേബിൾ ആവും. ഇൻ കേസ് നിങ്ങൾക്ക് ഇനേബിൾ ആയില്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട, യൂട്യൂബിന് ഒരു മെയിൽ അയക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഉടനെ തന്നെ റെസ്പോൺസ് കിട്ടുന്നതാണ്. ദെൻ ഈ കമ്മ്യൂണിറ്റി ടാബിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് വെച്ചാൽ സബ്സ്ക്രൈബേഴ്സുമായിട്ട് നമുക്ക് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. അവരുടെ ഒപ്പീനിയൻ നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ നമ്മൾ അവരോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇതിലൂടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഏറ്റവും വലിയൊരു യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഒരു കാര്യം, നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് പറയാം ഇങ്ങനെ ഒരു വീഡിയോ വരാൻ പോവുകയാണ്, നമ്മൾ ഇത്ര മണിക്ക് പബ്ലിഷ് ചെയ്യും. അങ്ങനെ ഒരു മാർക്കറ്റിങ്ങും കൂടി നമുക്ക് ഈ കമ്മ്യൂണിറ്റി ടാബ് വഴി ഉപയോഗിക്കാനായിട്ട് പറ്റും.
ഇനി കമ്മ്യൂണിറ്റി ടാബിൽ എവിടെയാണ് നിങ്ങൾക്ക് പണി കിട്ടുന്നതെന്ന് വെച്ചാൽ, ഈ കമ്മ്യൂണിറ്റി ടാബ് ഇനേബിൾ ആയി കഴിയുമ്പോൾ നിങ്ങൾ ഒരുപാട് ഈ ലിങ്ക്സ് ഒക്കെ ഷെയർ ചെയ്യും. ഇനി ഫ്രണ്ട്സിൻ്റെ യൂട്യൂബ് വീഡിയോസ് ഉണ്ടെങ്കിൽ ആ ലിങ്ക്സ് ഇതിനകത്ത് ഷെയർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അങ്ങനെ ഷെയർ ചെയ്യുന്ന വീഡിയോസിൽ എന്തെങ്കിലും കോപ്പിറൈറ്റ് ക്ലെയിമോ കോപ്പിറൈറ്റ് കണ്ടൻറ്റോ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ പോളിസീസ് വയലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കണ്ടൻറ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചാനലിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ നേരത്ത് യൂട്യൂബ് ഇതെല്ലാം കൺസിഡർ ചെയ്യും. നിങ്ങളുടെ കമ്മ്യൂണിറ്റി ടാബ് എല്ലാം ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് കോപ്പിറൈറ്റ് കണ്ടൻറ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മോണിറ്റൈസേഷൻ ഇനേബിൾ ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രമേ കമ്മ്യൂണിറ്റി ടാബിൽ വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസോ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ. വലിച്ചു വാരി അപ്ലോഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടൻറ്റുകൾ മാത്രം സബ്സ്ക്രൈബേഴ്സിൽ എത്തിക്കാനായിട്ട് നോക്കുക. ഇനി എനിക്ക് വേറൊരു ഉപയോഗം തോന്നിയത്, നിങ്ങളുടെ പഴയ വീഡിയോസിനെ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാനും കൂടി കമ്മ്യൂണിറ്റി ടാബ് ഉപയോഗിക്കാവുന്നതാണ്. അതായത് നിങ്ങളിപ്പോൾ മൂന്നാമതോ നാലാമതോ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒരിക്കലും നിങ്ങളുടെ ഏറ്റവും പുതിയ സബ്സ്ക്രൈബർ കാണണമെന്നില്ല. അങ്ങനെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് നിങ്ങളുടെ പഴയ വീഡിയോ കാണിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ കമ്മ്യൂണിറ്റി ടാബ്. ഈ കമ്മ്യൂണിറ്റി ടാബിൽ ഈ ലിങ്ക് ഷെയറിംഗ് ഓപ്ഷൻ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നിങ്ങളുടെ പഴയ വീഡിയോസിനെ നിങ്ങൾക്ക് നല്ല ഒരു ക്യാപ്ഷനും കൂടി കൊടുത്തിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വളരെ അധികം താങ്ക്സ്. എനിക്ക് ഈ ഫീച്ചർ ഇനേബിൾ ചെയ്യാൻ നിങ്ങളാണ് ശരിക്കും സഹായിച്ചത്. ഇനിയും എന്നോടൊപ്പം ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുണ്ടായിരിക്കണം. എൻ്റെ എല്ലാ വീഡിയോസും കാണണം. എല്ലാ വീഡിയോസും കണ്ടിട്ട് അഭിപ്രായം കമൻ്റായിട്ട് ഇടണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. കമ്മ്യൂണിറ്റി ടാബ് ഒരുപാട് പേർക്ക് അറിയില്ല എന്തിനാണ് ഈ ഫീച്ചർ, എങ്ങനെ ഈ ഫീച്ചർ ഉപയോഗിക്കണമെന്ന്. സോ എല്ലാവരുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഇനേബിൾ ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള രസകരമായ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. മറക്കണ്ട, ഈ ഞായറാഴ്ച 1000 സബ്സ്ക്രൈബേഴ്സ് സ്പെഷ്യൽ വീഡിയോ വരുന്നുണ്ട്. എല്ലാവരും വീഡിയോ കാണുക. അപ്പോൾ നിതിൻ സൈനിങ് ഓഫ്. ബൈ.